ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിമ്പിൾ നേച്ചറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ പഴയ ട്യൂബ് അടക്കം ഉണ്ടാവും. അതുകൊണ്ട് എങ്ങനെ ഒരു കിടിലൻ അക്വേറിയം ഉണ്ടാക്കാം, അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ട്യൂബ് ഇതാണ്. ഈ ട്യൂബിൻ്റെ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ട്യൂബിൻ്റെ ഈ അറ്റത്തെ ടോപ്പ് ഒന്ന് അയച്ചു കളയണം. അപ്പോൾ നമുക്ക് ടോപ്പ് ഊരാം. അതിന് ഉപയോഗിക്കുന്ന ഒരു പ്ലെയറാണ്. ഈ പ്ലെയർ വെച്ച് ടോപ്പ് ഊരാം. നമ്മൾ ടോപ്പ് ഊരിയിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ എടുത്തുവിടാം. പിന്നെ കണ്ടല്ല, ഇനി നമുക്ക് രണ്ടാമതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിക്കുക. ഇതിൻ്റെ ഉള്ളിലത്തെ ഈ സാധനം പൊട്ടിച്ച് കളയണം. അപ്പോൾ നമുക്ക് പൊട്ടിക്കാം. അപ്പോൾ നമ്മൾ ട്യൂബ് ഉറപ്പിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് പൊട്ടിക്കാം. അപ്പോൾ നമ്മൾ ട്യൂബ് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾ ചെയ്യുമ്പോൾ മുതിർന്നവരുടെ സഹായത്തോടെ ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലത്തെ മെർക്കുറി കളയണം. അപ്പോൾ നമുക്ക് വെള്ളവും മണ്ണും ഇട്ടിട്ട് ഷെയ്ക്ക് ചെയ്യണം. കൈമുറിയാത്ത വിധത്തിൽ എന്തെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഷെയ്ക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് മണലും വെള്ളവും നമുക്ക് ഇത്തിരി വെള്ളം ഒഴിക്കാം. വെള്ളം വെച്ചിട്ടുണ്ട്. ഈ കൈമുറിയാത്ത വിധത്തിൽ എന്തെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലും വെച്ച് അങ്ങാടും ഇങ്ങാടും ഷെയ്ക്ക് ചെയ്യും. ഫ്രണ്ട്സ്, നമ്മൾ ട്യൂബ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ക്ലീൻ ചെയ്യും. സൈക്കിളിൽ ഇങ്ങനത്തെ 2 ട്യൂബ് കട്ട് ചെയ്തത് വേണം. അത് ഈ അറ്റവും കയറ്റാനാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കയറ്റാം. അപ്പോൾ നമുക്ക് ഈ ട്യൂബിൻ്റെ മേളിലോട്ട് ഇത് കയറ്റാം. ഈ കട്ട് ചെയ്ത പീസ് നമുക്ക് കയറ്റാം. നമ്മൾ സൈക്കിളിൻ്റെ ട്യൂബ് 2 അറ്റത്തും കയറ്റിയിട്ടുണ്ട്. ഈ ട്യൂബ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ലീക്ക് ആവാണ്ടിരിക്കാനും പിന്നെ ട്യൂബിൻ്റെ സേഫ്റ്റിക്കും വേണ്ടിയാണ്. ഈ 2 എൽബോ നമുക്ക് ഈ അറ്റത്തും കയറ്റണം. ഇതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 32 mm ആണ്. ഈ എൽബോ നമുക്കൊന്ന് ചൂടാക്കണം. ഇത് കറക്റ്റ് സൈസ് അല്ലാത്തതുകൊണ്ട് ഈ ചൂടാക്കിയിട്ട് വേണം നമുക്കൊന്ന് കയറ്റണം. നമുക്ക് ചൂടാക്കാം. ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കയറ്റാം. അപ്പോൾ നമ്മൾ 2 സൈഡ് കയറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MC ഒന്ന് അടിക്കണം. MC മിക്സ് ചെയ്തെടുത്തിട്ട് വെള്ളം ലീക്ക് ആവാത്ത വിധത്തിൽ നിങ്ങൾ ഈ സൈഡിൽ ഒട്ടിച്ചു. നമ്മളിത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ MC സെറ്റ് ആയിട്ടുണ്ട്. ഈ 2 കപ്ലിങ് നമുക്ക് ബ്ലാക്ക് അടിക്കാം. അപ്പോൾ പേപ്പർ വെച്ച് ഒന്ന് ഈ ചില്ലൊന്ന് മൂടിക്കളയാം. നമ്മൾ പേപ്പർ വെച്ച് ചുറ്റനാണ്. ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഈ എൽബോ പെയിന്റ് അടിക്കാം. ഈ ബ്ലാക്ക് സ്പ്രേ പെയിന്റാണ് അടിക്കണത്. നമുക്ക് അടിക്കാം. നമ്മുടെ പെയിൻറ്റിങ് ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടാക്കണം ഈ സാധനം വെക്കാനായിട്ട്. നമ്മൾ ഒരു സൈഡിലത്തെ സ്റ്റാൻഡാണ് ഉണ്ടാക്കണത്. അതിന് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 എൽബോ 5 ടീയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റാൻഡ് സെറ്റ് ചെയ്യുന്നത്
ജോയിൻ ചെയ്യാം. ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റാൻഡ് ഒരു സൈഡിലത്തെ വരുന്നത്. നമുക്ക് 2 സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യാൻ ഒരു പൈപ്പ് വേണം. ആ പൈപ്പ് നമുക്ക് ജോയിൻ ചെയ്യാം. നമുക്കിങ്ങനെ സ്റ്റാൻഡ് സെറ്റ് ചെയ്തേക്കണത്. ഇതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ എല്ലാ റേഞ്ചാണ് ഉണ്ടാക്കിയേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ട്യൂബ് വെക്കാനുള്ള സെറ്റപ്പിലാണ് ഉണ്ടാക്കിയേക്കണത്, മുകളിലും അടിയിലുമായിട്ട്. നമുക്ക് ട്യൂബ് വെക്കാം. ട്യൂബ് എടുത്ത് വെക്കണം. ഇങ്ങനെയാണ് സ്റ്റാൻഡിൻ്റെ രീതി. അപ്പോൾ നമ്മുടെ ട്യൂബ് അക്വേറിയം സെറ്റ് ആയിട്ടുണ്ട്. അത് സെറ്റ് ചെയ്തേക്കുന്നത് വെള്ളത്തിൽ വളരണ ചെടിയാണ്. വെള്ളത്തിൽ വളരണ ഏത് ചെടിയായാലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ വെള്ളം നിൽക്കാൻ വേണ്ടി നമുക്കിവിടെ MC ചടച്ചളഞ്ഞാൽ ഇവിടെ വെള്ളം നിന്നോളൂ. നമുക്ക് ലൈറ്റും ഓക്സിജനും സെറ്റ് ചെയ്ത് ഫുള്ളായി ട്യൂബ് അക്വേറിയമായി കാണാം. നമ്മൾ ട്യൂബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിൽക്കുക. ഓൾ നിൽക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് എത്തുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.